ഓ രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ. ഇന്ന് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയെക്കുറിച്ച് അല്പം മനനം ചെയ്യാം. ആത്മഭാവങ്ങളെ പ്രണാമം. ക്ഷാത്ര തേജസാലും തപശ്ചര്യയാലും അനുഗ്രഹീതനും ആദരണീയനുമായ വിശ്വാമിത്ര മഹർഷി അയോധ്യ രാജധാനിയിൽ ആഗതനായി. ദശരഥൻ ഭക്തിവിനയാന്വിത ഭാവത്തോടെ ഋഷിവര്യനെ സ്വീകരിച്ച് സത്കരിച്ചിരുത്തി. പൂർവാശ്രമത്തിൽ ധീരതയ്ക്കും ധനുർവിദ്യയ്ക്കും പ്രശസ്തനായിരുന്ന ഗാന്ധിപുത്രൻ കൗശികൻ എന്ന ക്ഷത്രിയനാണ്. ഉഗ്ര തപസ്സനുഷ്ഠിച്ച് വിശ്വാമിത്രനായത് എന്നാണ് എന്ന് പുരാണത്തിലൊരു കഥ കാണുന്നു. ഒരിക്കൽ അനുയായികളോടൊപ്പം വേട്ടയാടി ക്ഷീണിച്ച് വസിഷ്ഠാശ്രമത്തിലെത്തിയ കൗശികന് വിഭവസമൃദ്ധമായ സൽക്കാരം നൽകി വിശിഷ്ട ഭോജ്യങ്ങളുടെ സ്രോതസ് ശബള എന്ന ദിവ്യ കാമധേനുവാണെന്ന് മനസ്സിലായതും കൗശികന് ആ ധേനുവിനെ തനിക്ക് നൽകണമെന്ന് ശഠിച്ചതും പുരാണത്തിൽ കാണുന്നു. ആശ്രമത്തിൽ സ്വതന്ത്രയായി അതിഥിയായി വന്ന ശബളയെ ദാനം ചെയ്യുവാൻ തനിക്ക് അധികാരമില്ലെന്ന് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു. ശബളയെ പോലുള്ള ഒരു ദിവ്യധേനു രാജാക്കന്മാർക്കാണ് വിധിച്ചിട്ടുള്ളതെന്നും ചമതയും പൂജാദ്രവ്യങ്ങളും ആണ് വസിഷ്ഠാദി ഋഷിമാർക്ക് യോജിച്ചതെന്നും അതിനാൽ ആ ഗോവിനെ താൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതാണെന്നും കൗശികൻ മറുപടി പറഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആജ്ഞയാൽ അനുചരന്മാർ അതിന് ഒരുമ്പെടുകയും ചെയ്തു. അപ്പോൾ അവരിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് ശബള വസിഷ്ഠ മഹർഷിയോട് യാചിച്ചു. ഫലമുണ്ടായില്ല. പെട്ടെന്ന് ദിവ്യശക്തിയാൽ ആ ധേനുവിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട സായുധരായ സൈന്യം പടയാളികൾ കൗശികരാജൻ്റെ കിങ്കരന്മാരായ യോദ്ധാക്കളെ മുഴുവൻ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ. ആ പശുവിനെ സ്വതന്ത്രയാക്കുകയും ചെയ്തു. തപശക്തിയുടെ മുമ്പിൽ രാജശക്തി നിഷ്പ്രഭമായ ഈ സന്ദർഭമായിരുന്നു വീണ്ടും കൗശികനെ തപസ്സനുഷ്ഠിക്കാൻ പ്രേരിപ്പിച്ചത്. ദുഃഖിതനും നിരാശ്രയനുമായ കൗശികൻ സ്വപുത്രനെ രാജ്യമേൽപ്പിച്ച് കൈലാസത്തിൽ ഘോരമായ തപസ്സനുഷ്ഠിച്ചു. രാജർഷി പദവും അനേകം ദിവ്യാസ്ത്രങ്ങളും നേടിയെങ്കിലും സംതൃപ്തനാകാതെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മർഷിപദത്തിനും അർഹനായി. പക്ഷേ സത്യസന്ധനായ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ അസത്യം പറയിപ്പിക്കാൻ ശക്തനായില്ല. നിരാശപ്പെട്ട് ഘോര തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് കൗശികൻ ദേവന്മാരാൽ നിയുക്തയായ മേനകയുടെ സൗന്ദര്യത്തിനും
പ്രലോഭനങ്ങൾക്കും വശംവദനായി. കുറച്ചു കാലം മേനക എന്ന പരമസുന്ദരിയോടൊത്ത് സുഖിച്ചു ഭൗതികമായ സുഖം. മേനക പ്രസവിച്ചപ്പോൾ ആ ദേവസ്ത്രീയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് കൗശികൻ വീണ്ടും ഉഗ്ര തപസ്സനായി ഹിമാലയത്തിലേക്ക് പോകുന്നു. മഹർഷിയുടെ കഠിനമായ തപസ്സിന് ഭംഗം വരുത്തിയ കൃതാർത്ഥതയോടെ മേനക ദേവലോകത്തേക്കും യാത്രയായി. അച്ഛനമ്മമാരാൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനെ വനാന്തരത്തിൽ ശകുന്തപക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടതിനാൽ കണ്ണു മഹർഷി ആ കുട്ടിക്ക് ശകുന്തള എന്ന് നാമകരണം ചെയ്തു. പിന്നീട് കണ്വാശ്രമത്തിലാണ് കുട്ടി വളർന്ന്. ആ ചരിത്രമൊക്കെ പല പുരാണങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആശ്രമോദ്യാനത്തിൽ പുഷ്പിച്ച ശകുന്തളയുടെ നൈസർഗിക സൗന്ദര്യം ചന്ദ്രവംശ രാജതിലകമായ ദുഷ്യന്ത മഹാരാജാവിനെ ആകർഷിച്ചു. ഗാന്ധർവ വിധിപ്രകാരം വിവാഹിതരായി. ഒരു പുത്രനും ഉണ്ടായി. ഭരതൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. പാരമ്പര്യം കൊണ്ട് രാജർഷിയും തപശ്ചര്യ കൊണ്ട് ബ്രഹ്മർഷിയുമായ വിശ്വാമിത്രൻ്റെ ആഗമനത്താൽ മഹാരാജാവും വസിഷ്ഠനും അനുഗ്രഹീതരായി അയോധ്യയിൽ. ആഗമനോദ്ദേശം അറിയുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ പറയുകയാണ്, രാവണ ബന്ധുക്കളായ മാരീചൻ, സുബാഹു എന്നീ രാക്ഷസന്മാർ യജ്ഞാതി കർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ധനുർവിദ്യാപാരംഗതരായ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നടത്താനിരിക്കുന്ന യാഗ ഹോമാദി കർമ്മങ്ങളുടെ രക്ഷയ്ക്കായി തൻ്റെ കൂടെ അയച്ചാലും എന്നപേക്ഷിക്കുന്നു. ആസുരവൃത്തിയെ നശിപ്പിച്ച് താപസ സംരക്ഷണം രാമൻ നിർവഹിക്കും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഗുരുകുലത്തിൽ നിന്ന് നേടിയ വിദ്യ പ്രയോഗിക്കുന്നതിനുള്ള സുവർണാവസരം കൂടിയാണിതെന്നും സൂചിപ്പിച്ചു. പക്ഷേ 16 വയസ്സ് മാത്രം പ്രായമുള്ള മക്കളെ മായാവികളും ദുഷ്ടന്മാരുമായ രാക്ഷസന്മാരോട് മല്ലിടുവാൻ അയക്കുക എന്ന കാര്യം ആ വൃദ്ധപിതാവിനെ അസ്വസ്ഥനാക്കി. ഋഷീശ്വരന്മാരെ രക്ഷിക്കേണ്ടത് വംശമര്യാദയും ക്ഷാത്രധർമ്മവുമാണെന്ന് ദശരഥരാജൻ മനസ്സിലാക്കണം എന്ന് വിശ്വാമിത്രൻ ക്രുദ്ധനായി പറഞ്ഞു. കുമാരന്മാരെ ധർമ്മരക്ഷകരും പ്രഗത്ഭമതികളും ആകണമെങ്കിൽ, അവരെ ആ നിലയിലെത്തിക്കണമെങ്കിൽ വിശ്വാമിത്രൻ്റെ സതുപദേശം ആവശ്യമാണെന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് അഭിപ്രായപ്പെട്ടു. അങ്ങനെ സത്യത്താൽ ബന്ധിതനായ ദശരഥൻ തൻ്റെ ആത്മഭാവങ്ങളായ പ്രിയപുത്രന്മാരെ വിശ്വാമിത്ര മഹർഷിയോടുകൂടി അയക്കുകയും ചെയ്തു. പുരാണത്തിൽ സുദീർഘമായ കഥാ സന്ദർഭങ്ങളുണ്ട്. ഇതിൽ വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചാലും കുമാരന്മാരെ മഹർഷിയുടെ കൂടെ അയക്കുന്നതിനുള്ള ഒരുക്കങ്ങളായി. രാമലക്ഷ്മണന്മാർ
ബ്രഹ്മചാരി വേഷത്തിൽ അമ്പും വില്ലുമേന്തി മഹർഷിയോടൊപ്പം ഗുരുജനങ്ങളെയും അച്ഛനമ്മമാരെയും പ്രാർത്ഥിച്ച് ആശസ്സ് അനുഗ്രഹം നേടുകയുണ്ടായി. കുട്ടികളുടെ ഗുരുത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിശ്വാമിത്രന് മഹാനിധി കിട്ടിയ പരമാനന്ദാനുഭൂതിയാണ് അപ്പോഴുണ്ടാകുന്നത്. കുമാരന്മാരെ അവരുടെ തപസ്, അവരുടെ യജ്ഞം, അവരുടെ ഊർജ്ജസ്വലമായിട്ടുള്ള ഭാവി, ഇതെല്ലാം നേടിക്കിട്ടുന്നതിന് വിശ്വാമിത്ര മഹർഷിയുടെ സഹായവും സഹകരണവും അനുഗ്രഹവും അനിവാര്യമായി തീർന്നു. തേജസ്സാർന്ന മുഖഭാവങ്ങൾ കണ്ട പുരവാസികളും നഗരവാസികളും ഗ്രാമവാസികളും ആശ്ചര്യപ്പെട്ടു. ഭാരതീയ സാംസ്കാരിക സവിശേഷതകളും സൂര്യവംശ രാജാക്കന്മാരുടെ വീരാപദാനങ്ങളും നിറഞ്ഞ സരസകഥകൾ ധരിപ്പിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ തൻ്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ബല അബല എന്ന ദിവ്യമന്ത്രങ്ങളും ഉപദേശിച്ചതിനാൽ കുമാരന്മാർക്ക് യാത്രയിൽ വിശപ്പും ക്ഷീണവും ക്ലേശവും ഒന്നും ഉണ്ടായില്ല. മഹർഷിയോടൊത്തുള്ള യാത്ര വിജ്ഞാനപ്രദവും രസകരവുമായിരുന്നു. താടകയെന്ന ഭയങ്കര രാക്ഷസിയെ ആശ്രമത്തിലെ യജ്ഞാദികൾ തടസ്സപ്പെടുത്താൻ വന്ന ആ രാക്ഷസിയെ നിഷ്പ്രയാസം രാമൻ അസ്ത്രമയച്ച് സംഹരിച്ചു. ആദ്യം ഒന്ന് ശങ്കിച്ചു, സ്ത്രീവധം അധർമ്മമല്ലേ എന്ന് രാമൻ ചിന്തിച്ചു. എന്നാൽ വേദവാക്യം രാമൻ ഓർത്തു. ശ്രീരാമൻ്റെ മനസ്സ് അശാന്തമായി. ആ ധാരണയെ വിശ്വാമിത്രൻ തിരുത്തി കൊടുക്കുകയും ചെയ്തു. താടക ഹിംസയുടെ പ്രതീകമാണ്, അധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ആ അധർമ്മികളെ സംഹരിക്കേണ്ടത് ക്ഷാത്രധർമ്മവും രാജധർമ്മവുമാണ്. ഹിംസയെ ഹിംസ കൊണ്ട് മാത്രമേ നേരിടാനാകൂ. ധർമ്മരക്ഷയ്ക്ക് ദുർജന നിഗ്രഹം അനിവാര്യമാകുന്നു എന്നും വിശ്വാമിത്ര മഹർഷി രാമനെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തു. സ്ത്രീ പുരുഷ ഭേദമന്യേ അധർമ്മികളെ ഉച്ചാടനം ചെയ്യുക, രാഷ്ട്രത്തിൽ നിന്നും പുറത്താക്കുക, നശിപ്പിക്കുക, അത് രാജധർമ്മമാണ്, ഭരണതന്ത്രമാണ്. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടൊത്ത് പ്രശാന്തമായ തപോവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സിദ്ധാശ്രമത്തിലെത്തി വിശ്രമിച്ചു. ദിവ്യാസ്ത്രപ്രയോഗങ്ങൾ പലതും ഉപദേശിച്ചു, ധരിപ്പിച്ചു. സത്യത്തിൽ അതിനു വേണ്ടിയാണ് രാമകുമാരന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്. അതിശ്രേഷ്ഠമായ ഭാവി, ഉന്നതമായ ഭാവി, എന്നും നിലനിൽക്കുന്ന പ്രശസ്തി, കീർത്തി, യശസ് സൂര്യവംശ സന്താനങ്ങളായ രാമലക്ഷ്മണന്മാർക്കുണ്ടാകണം എന്ന് മനസ്സിൽ നേരത്തെ തന്നെ, മുൻപ് തന്നെ, ആദ്യം തന്നെ വിശ്വാമിത്ര മഹർഷി സങ്കല്പിച്ചിരുന്നു. രാമലക്ഷ്മണന്മാർ മഹർഷിമാരുടെയും ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരുടെയും തദ്ദേശവാസികളുടെയും അഭിനന്ദനങ്ങൾക്ക് പാത്രീഭൂതമായി. സിദ്ധാശ്രമത്തിൻ്റെ മഹത്വത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട്
വിശ്വാമിത്ര മഹർഷി കുമാരന്മാർക്ക് പല അറിവുകളും പകർന്നു കൊടുത്തു. ആത്മഭാവങ്ങളെ ഇവിടെ ഒരു സന്ദർഭ സൂചന എന്താണ്? കുട്ടിക്കാലം മുതൽ ഋഷിപുങ്കുവന്മാരുടെയും സന്യാസിമാരുടെയും ജ്ഞാനികളുടെയും സമ്പർക്കം നമ്മളുടെ കുട്ടികൾക്കുണ്ടാകണം. എങ്കിലേ അവരുടെ ഭാവി പാവനമായി തീരുകയുള്ളൂ. കാശ്യപ മഹർഷിയും അതിഥിയും പുത്രലാഭത്തിനായി വിഷ്ണുവിനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചതും വാമനൻ ജനിച്ചതും മഹാബലിയെ പാതാളത്തിലേക്ക് ഉത്തമമായ സുതലത്തിലേക്ക് പറഞ്ഞയച്ചതും, ഇതെല്ലാം അവതാര ലീലകളിൽ വരുന്ന അനേകം കഥകളിൽപ്പെട്ടതാണെന്ന് ഓർക്കുക. സുതലം, ഉത്തമമായ തലത്തിലേക്കാണ് വാമനാവതാരം സ്വീകരിച്ചിട്ട് മഹാബലിയുടെ ഗർവ് ശമിപ്പിച്ചതിന് ശേഷം അയച്ചതും. അസുര ഗുരുവായ ശുക്രാചാര്യൻ്റെ തപോഭൂമിയും ഇവിടെ തന്നെയാണ്. അങ്ങനെ അനുഗ്രഹീതമായ ആ സിദ്ധാശ്രമം കുമാരന്മാരെ വളരെയധികം സന്തുഷ്ടനാക്കി. തുടർന്ന് അഹല്യാമോക്ഷവും മിഥിലാപുരി പ്രവേശവും സീത സ്വയംവരവും മറ്റുമൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട്. മുൻ സന്ദർഭങ്ങളിൽ അതിൻ്റെ സാരാംശം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ സന്ദർഭത്തിൽ വിശ്വാമിത്രൻ്റെ പൂർവചരിതവും വിശിഷ്ടമായ ഗുണഗണങ്ങളും സിദ്ധാശ്രമവും താടകാവധവും മറ്റുമൊക്കെ ആത്മഭാവങ്ങളുടെ മുൻപിൽ അല്പമായിട്ടെങ്കിലും വ്യക്തമാക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും സ്വസ്തിയും ശുഭവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി.